Hi guys, welcome back to online class of University Institute Kottakkal. I am SKP, I am your physics teacher. ഇപ്പോൾ കൊറോണ എല്ലായിടത്തും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുകയാണ് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. റെപ്രസെന്റേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇത് പണ്ടെടുത്തതല്ലേ? അതെ, ഇത് പണ്ടെടുത്തത് തന്നെയാണ്. പണ്ട് ഫസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ് റെപ്രസെന്റേഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് റെപ്രസെന്റേഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഇങ്ങനെയായിരുന്നു ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത്. Q ഈക്വൽ ടു എൻ യു. ഈ Q ആരായിരുന്നു? ഫിസിക്കൽ ക്വാണ്ടിറ്റി. എൻ ആരായിരുന്നു? ന്യൂമറിക്കൽ വാല്യൂ. യു യൂണിറ്റ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈക്വൽ ടു ന്യൂമറിക്കൽ വാല്യൂ ഇൻറ്റു യൂണിറ്റ്. അപ്പൊ നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് നിങ്ങൾ കുറച്ച് ആപ്പിൾ വാങ്ങാൻ നേരിച്ചോളൂ. അപ്പൊ ആപ്പിൾ ഒരു 2 kg എന്ന് പറയണം. ഓക്കെ, ആപ്പിൾ എത്രയാണ്? ഒരു 2 kg എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ 2 kg എന്ന് പറയുമ്പോൾ Q, അതാണ് ആപ്പിൾ. ആപ്പിൾ ആണ് ഇവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എത്ര ആപ്പിൾ ഉണ്ട്? മാസ് ഓഫ് ആപ്പിൾ. ആപ്പിളിന്റെ മാസ് ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 kg. അപ്പൊ 2 അവിടെ ആരാണ്? ന്യൂമറിക്കൽ വാല്യൂ. കിലോഗ്രാം ആരാണ്? അതിന്റെ യൂണിറ്റ് ആണ്. ഇനി അങ്ങനെയല്ല, ഇപ്പൊ നല്ല കൊറോണ അല്ലേ, ഇപ്പൊ ടെമ്പറേച്ചർ, ഒരു പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ പറയാൻ വേണ്ടി പോകണം. ഓക്കെ, ഒരു 102 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞു. പനിയുണ്ട്, കൊറോണ ആണെന്ന് അറിയില്ല. ടെമ്പറേച്ചർ ഈക്വൽ ടു 102 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയാണ്. ഇവിടെ ടെമ്പറേച്ചർ ആണെന്ത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി. 102 എന്താണ്? ന്യൂമറിക്കൽ വാല്യൂ. ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്ത്? അതിന്റെ യൂണിറ്റ്. ഓക്കെ, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒക്കെ റെപ്രസെന്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടല്ലേ ഇങ്ങനെയല്ലേ എഴുതേണ്ടത്? Q ഈക്വൽ ടു NU ഫോമിലല്ലേ? ഇനി ഞാനൊരു പ്രത്യേക ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഫോഴ്സ്. 5 ന്യൂട്ടൺ. ഫോഴ്സ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ റെപ്രസെന്റേഷൻ കംപ്ലീറ്റ് ആയോ? ഇല്ല. കാരണം 5 ന്യൂട്ടൺ എങ്ങോട്ട് നമുക്കറിയില്ല. 5 ന്യൂട്ടൺ ഇങ്ങോട്ടാണോ? 5 ന്യൂട്ടൺ ഇങ്ങോട്ടാണോ? 5 ന്യൂട്ടൺ ഇങ്ങോട്ടാണോ? 5 ന്യൂട്ടൺ താഴേക്കാണോ? ഇതൊന്നും വ്യക്തമല്ല. കാരണം എന്താ അറിയോ? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ കൂടെ ഉണ്ട്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എന്തും കൂടെ ഉണ്ട്? ഡയറക്ഷൻ കൂടെ ഉണ്ട്. കൃത്യമായിട്ട് പറഞ്ഞേ പറ്റൂ. ടുവേർഡ്സ് വെസ്റ്റ്. അപ്പൊ ഇത് എങ്ങോട്ടേക്കാവും? വെസ്റ്റിലേക്കാവും. അപ്പൊ ഒരു ഡയറക്ഷൻ കൂടെ പറഞ്ഞാൽ മാത്രമേ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താവുള്ളൂ? അതിന്റെ റെപ്രസെന്റേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. കാരണം ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി പ്രത്യേകത അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റി. ഇതിന് മാഗ്നിറ്റ്യൂഡിന്റെ കൂടെ എന്തും കൂടെ പറഞ്ഞേ പറ്റൂ? ഡിറക്ഷനും കൂടെ പറഞ്ഞേ പറ്റൂ. പക്ഷേ ഈ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ടുപേരും സ്കാലർ ക്വാണ്ടിറ്റീസ് എന്നാ പറയാ, സ്കാലേഴ്സ്. ഓക്കെ, ഈ സ്കാലർ ക്വാണ്ടിറ്റി പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് എന്തിന്റെ ആവശ്യമില്ല? ഡിറക്ഷന്റെ ആവശ്യമില്ല. മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ഈ ഫോഴ്സിന് എന്ത് വേണം? നമ്മൾ മാഗ്നിറ്റ്യൂഡിന്റെ കൂടെ എന്തും കൂടെ പറഞ്ഞേ പറ്റൂ? ഡിറക്ഷനും കൂടെ പറഞ്ഞേ പറ്റൂ. നോക്കൂട്ടോ, നിങ്ങളെ ഒരു വലിയൊരു ടൗണിൽ പോയിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു അങ്കിളിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ അങ്കിൾ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ അങ്കിൾ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അങ്കിൾ പറഞ്ഞു, ഒരു 100 മീറ്റർ ഇങ്ങോട്ട് വാ, അപ്പൊ എൻ്റെ അടുത്ത് എത്താന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ നേരെ എന്ത് ചെയ്തു? 100 മീറ്റർ അങ്ങോട്ട് പോയി. നിങ്ങൾ അങ്കിളിന്റെ അടുത്ത് എത്തുവോ? 100 മീറ്റർ ഇങ്ങോട്ട് പോയി. നിങ്ങൾ അങ്കിളിന്റെ അടുത്ത് എത്തുവോ? 100 മീറ്റർ അങ്ങോട്ട് പോയി. നിങ്ങൾ അങ്കിളിന്റെ അടുത്ത് എത്തുവോ? ഇല്ല. 100 മീറ്റർ എങ്ങോട്ടാ പോരേണ്ടത്? ഇങ്ങോട്ടാണ് പോരേണ്ടത്. ഈ 100 മീറ്റർ എവിടേക്കാണ് പോരേണ്ടത്? ഈ ഡയറക്ഷനാണ് പോരേണ്ടത്. അതായത് നമുക്കിപ്പോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പൊ അങ്കിള് നിങ്ങളോട് പറഞ്ഞു തരേണ്ടത് ഇങ്ങനെയായിരുന്നു: ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 100 മീറ്റർ ടുവേർഡ്സ് എങ്ങോട്ടേക്കാണ്? സൗത്ത്. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 100 മീറ്റർ ടുവേർഡ്സ് സൗത്ത്. അതായത് ഇങ്ങോട്ടാണ് പോരേണ്ടത്, സൗത്തിലേക്കാണ് പോരേണ്ടതെന്നാണ് അങ്കിൾ പറഞ്ഞു തരേണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞു തന്നില്ലെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് എന്തില്ല? അർത്ഥമില്ല. അപ്പൊ നമ്മൾ നിൽക്കുമ്പോൾ 100 മീറ്റർ എങ്ങോട്ടാവാം? ഇങ്ങനെ ഇങ്ങോട്ടാവാം, മുകളിലേക്കും ആവാം, വേണമെങ്കിൽ താഴേക്കും ആവാം. അപ്പൊ നമുക്ക് ഒരു ഇൻഫിനിറ്റ് ചോയ്സ് തന്നെ വരും നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പറ്റൂല. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞ ഒരു ഡയറക്ഷൻ പറഞ്ഞു തരണം. അപ്പോൾ ഡയറക്ഷൻ പറഞ്ഞു തരണം എന്തിന്? ഡിസ്പ്ലേസ്മെന്റിന്. എന്തുകൊണ്ട്? ഡിസ്പ്ലേസ്മെന്റും ഒരു വെക്ടറാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്തിന്റെ ആവശ്യമില്ല? ഡയറക്ഷന്റെ ആവശ്യമില്ല.
ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും എന്ത് ആവശ്യമുണ്ട്? ഡിറക്ഷന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയട്ടെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സ്കാലർ ക്വാണ്ടിറ്റീസ്, മറ്റൊന്ന് വെക്ടർ ക്വാണ്ടിറ്റീസ്. പണ്ട് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് തിരിച്ചിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. അതൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് ഞാൻ പറയാൻ വേണ്ടി പോണത് ഡിറക്ഷന്റെ ബേസിലാണ് പറയാൻ വേണ്ടി പോണത്. സ്കാലർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് ഒക്കെ എന്താണ്? ഞാൻ ഈ പറഞ്ഞ പോലെ അത് രണ്ടും എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. പക്ഷേ ടെമ്പറേച്ചറും മാസും ഒക്കെ എന്താണ്? സ്കാലർ ക്വാണ്ടിറ്റി ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ അപ്പൊ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? സ്കാലർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ഡിഫറൻസ് ബിറ്റ്വീൻ വെക്ടർ ആൻഡ് സ്കാലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആരൊക്കെയാണ്? സ്കാലേഴ്സ് ആൻഡ് വെക്ടേഴ്സ്. ഈ സ്കാലേഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കിക്കോട്ടോ. ഇപ്പൊ ഒരു ടൈം ഈക്വൽ ടു ഒരു 5 സെക്കൻഡ് എന്ന് പറയാൻ വേണ്ടി പോകണം. ഈ 5 സെക്കൻഡ് എന്താണ്? ന്യൂമറിക്കൽ വാല്യൂ മാത്രമാണ്, എന്തില്ല ഡയറക്ഷന്റെ ആവശ്യമില്ല. പക്ഷെ വെക്ടർ പറയുമ്പോൾ അങ്ങനെയാണോ? ഒരു വെക്ടർ പറഞ്ഞ സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പൊ എത്രയാണ്? ഒരു ഫോഴ്സ് ഈക്വൽ ടു 5 ന്യൂട്ടൺ ടുവേർഡ്സ് ഈസ്റ്റ്. ഫോഴ്സ് ഈക്വൽ ടു 5 ന്യൂട്ടൺ ടുവേർഡ്സ് ഈസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ എന്താണ്? ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, ഡിറക്ഷനും ഉണ്ട്, അല്ലേ? ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ്? 5 ന്യൂട്ടൺ. ഡിറക്ഷൻ എത്രയാണ്? ടുവേർഡ്സ് ഈസ്റ്റ്. അപ്പൊ ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, ഡിറക്ഷനും ഉണ്ട്. അടുത്തൊരു പോയിന്റ് പറയട്ടെ, ഒബേ വെക്ടർ ലോസ് ഓഫ് അഡിഷൻ. അതായത് ന്യൂമറിക്കൽ വാല്യൂ ഡിറക്ഷനും ഉണ്ടായാൽ മാത്രം പോരാ, എന്നും കൂടെ ഒബേ ചെയ്യണം, വെക്ടർ ലോ ഓഫ് അഡിഷൻ ഒബേ ചെയ്യണം. എന്താണ് ഈ വെക്ടർ ലോ ഓഫ് അഡിഷൻ? വെക്ടേഴ്സ് തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ചില പ്രത്യേകമായിട്ടുള്ള ആൾജിബ്ര യൂസ് ചെയ്യുന്നുണ്ട്. ആ ആൾജിബ്ര യൂസ് ചെയ്താൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? വെക്ടർ എന്നുള്ള പേര് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് വേണം? ന്യൂമറിക്കൽ വാല്യൂ വേണം, ഡിറക്ഷൻ വേണം, ആൻഡ് ഒബേ വെക്ടർ ലോസ് ഓഫ് അഡിഷൻ. ഓക്കെ, അതെന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്ന് വ്യക്തമാക്കി തരാം. നോക്കിക്കോട്ടോ. ഇപ്പൊ ഒരു ബോഡി എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ഒരു 4 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ്. എയിൽ നിന്ന് ബിയിലേക്ക് പോയി, അവിടെ നിന്ന് സിയിലേക്ക് പോയി, അവിടെ നിന്ന് എന്ത് ചെയ്തു? സിയിലേക്ക് പോയി. എത്രയാണ് ഇതൊരു? ഒരു 3 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ്. സിയിലെത്തി. അപ്പൊ മൊത്തം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഞാൻ പറയും ഒരു 7 മീറ്റർ എന്ന് പറയും എന്റെ മാഗ്നിറ്റ്യൂഡ്. നോക്കട്ടോ, ഇനി ഇതേ ബോഡി തന്നെ വേറെ രീതിയിലാണ് പോയത്. ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക് എത്രയാണിത്? ഒരു 4 മീറ്റർ പോയി. പിന്നെ ബിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടാണ് വന്നത്, ഒരു 3 മീറ്റർ ഇങ്ങോട്ട് പോയി. അപ്പൊ ഇവിടെയാണ്, ഇതാണ് സി. ഇപ്പൊ പുതിയ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? എ സി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എ സി എന്ന് പറഞ്ഞാൽ 7 മീറ്റർ ഉണ്ട്. ഇവിടെ എ സി എത്രയാണ്? ജസ്റ്റ് അത് എത്ര ഉണ്ടാവുള്ളൂ? 1 മീറ്റർ ഉണ്ടാവുള്ളൂ. 4 അങ്ങോട്ട് പോയി, 3 ഇങ്ങോട്ട് വന്നില്ലേ? ഇനി വേറെ നോക്കട്ടോ, ഒരു 4 മീറ്റർ ഇങ്ങോട്ട് പോയി, പിന്നെ 3 മീറ്റർ ഇങ്ങോട്ടാണ് പോയത്. എയിൽ നിന്ന് ബിയിലെത്തി സിയിലേക്ക്. ഇവിടെ എങ്ങനെയാ പോയത്? ഈ സമയത്ത് പുതിയ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? നമ്മൾ ഇത് എത്രയായിരിക്കും? ഒരു 5 മീറ്റർ ആയിരിക്കും. എങ്ങനെ? ഇത് പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ പോരെ. റൂട്ട് ഓഫ് എത്രയായിരിക്കും? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? റൂട്ട് 25 ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ നോക്കിക്കോളൂ, ഈ 4 മീറ്റർ 3 മീറ്റർ ഡിസ്പ്ലേസ് തന്നെ പല രീതി അലൈൻ ചെയ്തപ്പോൾ പല പല വാല്യൂയാണ് വന്നത്. അതായത് ഇതിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവർക്കിടയിലുള്ള ആംഗിൾ കൂടെ പരിഗണിക്കേണ്ടി വരും. എന്താണ് ഈ 4 മീറ്റർ 3 മീറ്റർ എന്ന രണ്ട് ഡിസ്പ്ലേസ്മെന്റ്? നിങ്ങൾക്ക് അതിന്റെ നെറ്റ് വാല്യൂ കാണാൻ വേണ്ടി നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവർക്കിടയിലുള്ള ആംഗിൾ, ഇപ്പൊ ഇവർ തമ്മിൽ ആംഗിൾ 0 ആണ്, ഇപ്പൊ ഇവർ തമ്മിൽ ആംഗിൾ 180 ആണ്, ഇപ്പൊ ഇവർ തമ്മിൽ ആംഗിൾ എത്രയാണ്? ഒരു 90 ആണ്. പല പല ആംഗിൾ ആയപ്പോൾ പല പല വാല്യൂ ആണ് വന്നത്. അതായത് നമ്മൾ ഇവർ ആഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് ലോ ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആ ലോന്റെ പേരാണ് എന്ത്? ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഡിസ്പ്ലേസ്മെന്റ് ഒബേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആരാണ്? ഒരു വെക്ടർ ആണ്. അപ്പോൾ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആവണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എന്താണ്? ന്യൂമറിക്കൽ വാല്യൂ. രണ്ടാമത്തെ ആരാണ്? ഡിറക്ഷൻ. മൂന്നാമത്തെ എന്താണ്? ഒബേ വെക്ടർ ലോസ് ഓഫ് അഡിഷൻ. നോക്കൂട്ടോ, അടുത്ത പോയിന്റ്, scalars are added according to the ordinary rules of algebra. സാധാരണ എങ്ങനെയാണോ ഓൾജിബ്ര യൂസ് ചെയ്യേണ്ടത്? നമ്മളിപ്പോ ഒരു മൊത്തം മാസ് ഒരു 5 കിലോഗ്രാം ഉണ്ട്, ഒരു 3 കിലോഗ്രാം ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ 5 കിലോഗ്രാം പ്ലസ് 3 കിലോഗ്രാം എത്രയാണിത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 8 കിലോഗ്രാം. ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് മതി എന്തിന്? നമ്മുടെ സ്കാലർ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാം. പക്ഷെ വെക്ടർ ആഡ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആഡഡ് അക്കോർഡിംഗ് ടു ദ വെക്ടർ ലോ ഓഫ് അഡിഷൻ. വെക്ടർ ലോ ഓഫ് അഡിഷൻ യൂസ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വെക്ടേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ,
ഇനി കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം, നോക്കിക്കോട്ടോ. മാസ്, എനർജി, ടൈം, സ്പീഡ്, ടെമ്പറേച്ചർ ഒക്കെയാണ് എന്തിന് എക്സാമ്പിൾ, സ്കാലേഴ്സിന് എക്സാമ്പിൾ. ഇവിടെ എക്സാമ്പിൾ ആരൊക്കെയാണ്? ഫോഴ്സ്, വെലോസിറ്റി, ആക്സലറേഷൻ ഒക്കെയാണ് എന്ത് വെക്ടേഴ്സിന് എക്സാമ്പിൾ. ഒരുപാട് വെക്ടർ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഒരുപാട് സ്കാലാർ ക്വാണ്ടിറ്റീസ് ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കാണുമ്പോൾ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിക്കും. അപ്പോൾ ഒരുപാട് സ്കാലേഴ്സിനെ വെക്ടേഴ്സിനെ എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് വരികയും ചെയ്യും. ഓക്കെ, അടുത്തായിട്ട് നോക്കട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പറയാൻ വേണ്ടി പോണത്. ഓൾ വെക്ടർ ക്വാണ്ടിറ്റീസ് ഹാവ് ഡിറക്ഷൻ, but all quantities have direction are not vectors. All vector quantities have direction, but all quantities have direction are not vectors. എല്ലാ വെക്ടർ ക്വാണ്ടിറ്റീസിനും എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്, ഒരു ദിശയുണ്ട്. പക്ഷെ എല്ലാ ക്വാണ്ടിറ്റീസ്, ദിശയുള്ള എല്ലാ ക്വാണ്ടിറ്റീസും എന്തല്ല? വെക്ടേഴ്സ് അല്ല. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നോക്കട്ടോ, കറന്റ് ആരാണ്? കറന്റ്, ഇലക്ട്രിക് കറന്റ് എന്ന് പറയില്ലേ, ഇതൊരു 4 ആംപിയർ ആണ് കറണ്ട്. ഇതാരാണ്? ഒരു 3 ആംപിയർ ആണ് കറണ്ട്. ഈ രണ്ട് കറണ്ടും തമ്മിൽ ആംഗിൾ ഒരു 90 ഡിഗ്രി എന്ന് വെച്ചോളൂ. അപ്പൊ 4 + 3 = എത്ര ആംപിയർ ആയിരിക്കും? 7 ആംപിയർ ആയിരിക്കും. കറണ്ടിന് ഡയറക്ഷൻ ഇല്ലേ? ഈ കമ്പി കൂടെ ഇങ്ങനെയല്ലേ പോണത്? കറണ്ടിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. ഇനി അടുത്ത് നോക്കട്ടോ, നമ്മൾ ഈ കറണ്ടിന്റെ ആംഗിൾ ഒന്ന് മാറ്റി. എത്രയായി? ഇത് 4 ആംപിയർ, ഇത് 3 ആംപിയർ, ഇപ്പോഴും ഇത് 7 ആംപിയർ ആണ്. നേരത്തെ എടുത്ത ആംഗിളിൽ ഇത് ആക്ച്വലി എന്താണ്? ഈ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ 90നേക്കാളും കൂടുതലുണ്ട്. ഇവിടെ ആംഗിൾ എത്രയായിരുന്നു? 90 ആയിരുന്നു. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യുന്നില്ല? ഈ 4ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 7. ഇത് ആരെ പോലെയാണ് ആഡ് ചെയ്യുന്നത്? സാധാരണ ഓൾജിബ്ര ഉപയോഗിക്കണം. 4ഉം 3ഉം 7 അങ്ങനെയല്ലേ പറഞ്ഞത്? ഇവിടെ എത്രയാണ്? 4ഉം 3ഉം 7. ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്തേനെ? ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്തേനെ. അപ്പോൾ ഈ ഒരു കറണ്ട് എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. പക്ഷേ ഇത് എന്ത് ചെയ്യുന്നില്ല? നേരത്തെ ഞാൻ പറഞ്ഞ ലോ ഓഫ് വെക്ടർ അഡിഷൻ അത് എന്ത് ചെയ്യുന്നില്ല? ഒബേ ചെയ്യുന്നില്ല. ആംഗിൾ മാറുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? അതിന്റെ മാഗ്നിറ്റ്യൂഡിലൊന്നും മാറ്റം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയറക്ഷനുള്ള എന്നാൽ സ്കാലർ ക്വാണ്ടിറ്റിയാണ്, വെക്ടർ ക്വാണ്ടിറ്റി അല്ല. അപ്പൊ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പൊ പൊന്നൊക്കെ മിന്നും, പക്ഷെ മിന്നുന്നതെല്ലാം എന്തല്ല? പൊന്നല്ല. എന്താണ്? പൊന്നൊക്കെ എന്ത് ചെയ്യും? തിളങ്ങും. പക്ഷെ മിന്നുന്നതെല്ലാം എന്തല്ല? പൊന്നല്ല. അതായത് എല്ലാ വെക്ടർ ക്വാണ്ടിറ്റീസിനും എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. പക്ഷേ ഡയറക്ഷനുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും എന്താവണമെന്നില്ല? വെക്ടർ ആവണമെന്നില്ല. വേറെ എക്സാമ്പിൾ ഉണ്ടോ? വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. പ്രഷർ. പലപ്പോഴും പ്രഷർ പറയുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും? മോളിക്ക്, താഴേക്ക്, അങ്ങോട്ട്, ഇങ്ങോട്ട് എന്നൊക്കെ പറയും. പ്രഷറിന് എന്തുണ്ട്? ഒരു ഡയറക്ഷൻ ഉണ്ട്. പക്ഷെ എന്താണ്? പ്രഷറുള്ള സംഭവം എന്ത് ചെയ്യുന്നില്ല? ലോ ഓഫ് വെക്ടർ അഡിഷൻ ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്രഷറും എന്തല്ല? ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ല. പകരം എന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ശരിക്കും ഇവരെ പറയേണ്ടത് ടെൻസേഴ്സ് എന്നാണ് പറയേണ്ടത്. അത് നിങ്ങൾ പിന്നെ പഠിച്ചോളൂ, ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്, നമ്മൾ പഠിച്ചു വെക്കുക. ഓൾ വെക്ടർ ക്വാണ്ടിറ്റീസ് ഹാവ് ഡയറക്ഷൻ, ബട്ട് ഓൾ ക്വാണ്ടിറ്റീസ് ഹാവ് ഡയറക്ഷൻ ആർ നോട്ട് വെക്ടേഴ്സ്. റെപ്രസെന്റേഷൻ ഓഫ് എ വെക്ടർ. ഒരു വെക്ടർ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? എല്ലാ വെക്ടറിനും എന്ത് കാണും? ഒരു ടെയിൽ കാണും, ഒരു ഹെഡ് കാണും. ഓക്കെ, ഈ ടെയിലിനും ഹെഡിനും ഇടയ്ക്കുള്ള ഈ ലെങ്ത് ഉണ്ടല്ലോ, വെക്ടറിന്റെ ഈ ലെങ്ത് ആണ് എന്ത് കാണിച്ചു തരുന്നത്? ഈ ഒരു ലെങ്ത് ആണ് എന്ത് കാണിച്ചു തരുന്നത്? വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണിച്ചു തരുന്നത് എന്താണ്? ഈ ലെങ്ത് ആണ്. ഈ ഹെഡ് ഉണ്ടല്ലോ, ഈ ആരോ ഹെഡ് എന്ത് കാണിച്ചു തരുന്നു? ഡിറക്ഷൻ കാണിച്ചു തരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കട്ടോ, ഞാനൊരു ഫോഴ്സിന്റെ വെക്ടർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പോണ്. എഫ് ഇങ്ങനെ കാണിച്ചു, ഈക്വൽ ടു 5 ന്യൂട്ടൺ ടുവേർഡ്സ് ഈസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പൊ നോക്കി, എഫിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഒരു ആരോ ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഈ ആരോ ഹെഡിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഓരോ വെക്ടർ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ലെറ്റർ എഴുതിയിട്ട് അതിന്റെ മുകളിൽ എന്തായിരിക്കണം? ഒരു ആരോ ഹെഡ് വേണം. ഇതിപ്പോ ഇതെന്താണ്? ഈ ആരോ ഹെഡിന്റെ അർത്ഥം എന്താണ്? വെക്ടർ ആണ്. നമ്മളിപ്പോ മാസിന്റെ മുകളിൽ എന്ത് ചെയ്യില്ല? ഇങ്ങനെ ആരോ ഹെഡ് കൊടുക്കില്ല, കാരണം സ്കാലർ ക്വാണ്ടിറ്റിയാണ്. ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയ ഫോഴ്സിന്റെ മുകളിൽ ഇങ്ങനെ കൊടുത്തേ പറ്റൂ, കാരണം വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഐഡിയയാണ് എഫിന്റെ മുകളിൽ ആരോ ഹെഡ്. ഇപ്പൊ നമ്മൾ NCERT ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയല്ല ചെയ്യാറ്, പകരം ബോൾഡ് ലെറ്റേഴ്സ് ആണ് കൊടുക്കാറുള്ളത്. നമ്മൾ കടുപ്പിച്ചെഴുതും, അങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ നോട്ട് ബുക്കിൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നോട്ട് ബുക്കിൽ നമ്മൾ ഒരു വെക്ടർ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലെറ്റർ അതിന്റെ മുകളിൽ എന്തായിരിക്കണം? ഒരു ആരോ ഹെഡ് വേണം.
അങ്ങനെയായിരിക്കും ഒരു വെക്ടർ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. സോ 5 ഈക്വൽ ടു അല്ലെ F ഈക്വൽ ടു 5 ന്യൂട്ടൺ ടുവേർഡ്സ് ഈസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് 5 ന്യൂട്ടൺ വെക്ടറായി കാണിക്കാൻ വേണ്ടി പോകണം, ഒരു സ്കെയിൽ എടുക്കണം. 1 സെന്റിമീറ്റർ ഈക്വൽ ടു എന്ത് കൊടുത്തു, 1 ന്യൂട്ടണിന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതൊരു 5 സെന്റിമീറ്റർ വലുപ്പമുള്ള ഒരു വെക്ടറാണ് ഞാൻ വരച്ചു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, 5 ന്യൂട്ടൺ എന്നാണ് ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ അങ്ങോട്ടാ, അങ്ങോട്ടാണ്, ഈസ്റ്റ് അല്ലേ. അപ്പൊ 5 ന്യൂട്ടൺ വെക്ടർ ടുവേർഡ്സ് ഈസ്റ്റ്. ഇങ്ങനെയാണ് വെക്ടർ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഇതിന്റെ ഒരു എൻഡ് നേരിച്ചു. ഇതിപ്പോ എ, ഇത് ബി എന്നാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. എഫ് ഈക്വൽ ടു എ ബി ഈക്വൽ ടു 5 ന്യൂട്ടൺ ടുവേർഡ്സ് എന്തായിരിക്കും, ടുവേർഡ്സ് ഈസ്റ്റ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു വെക്ടർ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പൊ രണ്ട് വെക്ടറുകൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നോക്കട്ടോ, ഇതൊരു വെക്ടർ ആണ്, ഇത് വേറെ വെക്ടർ ആണ്. അപ്പോൾ ഏതാണ് ബിഗർ വെക്ടർ, ഏത് വെക്ടർ ആണോ ലെങ്ത് കൂടുതലുള്ള ആ വെക്ടർ ആണ് ബിഗർ വെക്ടർ. ഇപ്പൊ ഈ രണ്ട് വെക്ടറിന്റെ ഡയറക്ഷൻ സെയിം ആണ്, കാരണം ഇങ്ങോട്ടാ കാണിക്കുന്നത്. ഇപ്പൊ ഒരു വെക്ടർ ഇങ്ങനെ നിൽക്കാന്ന് ചോദിച്ചോ, അപ്പൊ ഈ വെക്ടർ ഈ രണ്ട് വെക്ടറിന് എന്താണ്, പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ പറ്റും, കാരണം ആരോ ഹെഡ് ആണ് എന്ത് കാണിച്ചത്, ഡയറക്ഷൻ കാണിച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുക, ഒരു വെക്ടർ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ലെങ്ത് എന്ത് കാണിച്ചിരുന്നു, മാഗ്നിറ്റ്യൂഡ്, ആരോ ഹെഡ് എന്ത് കാണിച്ചിരുന്നു, ഡയറക്ഷൻ. പിന്നെ ഒരു വെക്ടറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, ലെറ്റർ വിത്ത് ആരോ ഹെഡ്. ലെറ്ററിന്റെ മുകളിൽ നിന്നായിരിക്കും ഒരു ആരോ ഹെഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ, ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, ഒരു വെക്ടറിന്റെ അളവ്, അതെങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എ, ഇത് കണ്ടോ, എന്റെ മുകളിൽ നിന്നിട്ട് ആരോ ഹെഡ് ആണ്, അപ്പൊ വെക്ടർ ആണ്, ഈസ് റെപ്രസെന്റഡ് ആസ് ഇങ്ങനെ എ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കാം. മീനിങ് എന്താണ്, മോഡ് എ എന്നാണ് വായിക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, ഓർ സിമ്പിൾ ആയിട്ട് വെറുതെ എഴുതിട്ടാലും മതി. അപ്പൊ എന്റെ മാഗ്നിറ്റ്യൂഡ് ആണിത്, ഈ പറഞ്ഞിരിക്കുന്ന വെക്ടർ എന്റെ മാഗ്നിറ്റ്യൂഡ് ആണിത്, മോഡ് എ ഓർ സിമ്പിൾ ആയിട്ട് എ. ഇങ്ങനെയാണ് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യുക. കുഴപ്പമില്ലല്ലോ, ഇങ്ങനെയാണ് വെക്ടർ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പൊ നോക്കട്ടോ, എഫ് ഈക്വൽ ടു 5 ന്യൂട്ടൺ ടുവേർഡ്സ് വെസ്റ്റ്, ഇതൊരു ഫോഴ്സ് ആണെന്ന് വിരിച്ചോളൂ. അപ്പൊ എഫിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും, എഫിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ കാണിക്കുക, എങ്ങനെയല്ലേ കാണിക്കുക, അല്ലെങ്കിൽ വെറുതെ എഫ് ഈക്വൽ ടു എത്രയായിരിക്കും, 5 ന്യൂട്ടൺ. നമ്മൾ ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല, അളവ് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഇതാണ് നമ്മൾ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്ന രീതി. എങ്ങനെയാണ്, ആ വെക്ടർ ഇട്ടിട്ട് 2 വര വരയ്ക്കുക, അപ്പൊ അതിന്റെ അളവ് മാത്രമായിരിക്കും. ഓക്കെ, അഥവാ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇവിടെ എഫ് എന്ന് കാണിച്ചാലും മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 5 ന്യൂട്ടൺ. ഓക്കെ, ഇനി ഞാൻ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ഒരു വെക്ടർ അതിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. നോക്കിക്കോട്ടോ, ഇപ്പൊ ഇങ്ങനെ ഒരു വെക്ടർ കാണിച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഒരു വെക്ടർ കാണിച്ചിരിക്കുകയാണ്. ആംഗിൾ എത്രയാണ്, 45 ഡിഗ്രിയാണ്. അപ്പൊ ഈ വെക്ടറിന്റെ ഡയറക്ഷൻ എന്താ, നോർത്ത് ഈസ്റ്റ്. ഓക്കെ, ഇപ്പൊ ഒരു പേഴ്സൺ പറയുകയാണെങ്കിൽ പേഴ്സൺ ഈസ് മൂവിങ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയിണ്ടാവുക. അപ്പൊ കറക്റ്റ് ആയിട്ട് മിഡിൽ വന്നിരിക്കുകയാണ്, 45 ഡിഗ്രിയാണ്. അപ്പൊ അതിന് പറയേണ്ട രീതി എന്താണ്, നോർത്ത് ഈസ്റ്റ്. അപ്പോ ഇങ്ങനെ കാണിക്കുകയാണെങ്കിലോ, ഇങ്ങനെയാണെങ്കിൽ നമ്മള് നോർത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കണമെങ്കിലോ എങ്ങനെയായിരിക്കും ഇത്, സൗത്ത് വെസ്റ്റ്. കറക്റ്റ് മിഡിലാവണം കേട്ടോ, 45 ഡിഗ്രി ആണ് ഇങ്ങനെ പറയാം. അപ്പൊ ഇതെങ്ങനെ പറയാൻ പറ്റുക, ഇത് പറയും സൗത്ത് ഈസ്റ്റ്. പലപ്പോഴും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വരും എ പേഴ്സൺ മൂവിങ് അലോങ് ദ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്താ, നോർത്തിനും ഈസ്റ്റിനും കറക്റ്റ് മിഡിലായിട്ട് ഇങ്ങനെ പോയിണ്ടാവും. ഓക്കെ, അപ്പൊ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, അത് ഇങ്ങനെ പോയിണ്ടാവാം. അപ്പൊ സൗത്ത് ഈസ്റ്റ് എങ്ങനെയാണ്, ഇങ്ങനെ പോയിണ്ടാവാം. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്ഷൻ കാണിച്ചു തരിക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ മാത്രം പോവാണെങ്കിൽ വെസ്റ്റ്, ഇങ്ങനെ അല്ല നോർത്ത് ഈസ്റ്റ്, ഇങ്ങനെ പോകണമെങ്കിൽ ഈസ്റ്റ്, ഇങ്ങനെ പോകണമെങ്കിൽ നോർത്ത്, ഇങ്ങനെ പോകണമെങ്കിൽ സൗത്ത്. അതല്ലാത്ത വേറെ ആംഗിള് പോണ സമയത്ത് നമ്മൾ പറയേണ്ട രീതികളുണ്ട്. ആ രീതിയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോണത്. അപ്പൊ ഒന്നാമത്തെയാണ് കാണിച്ചതെന്ന് എന്താണ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ്. നോക്കിക്കോട്ടോ, ഇനി അടുത്ത് പറയട്ടെ, ഇതേ ഒരു ഫിഗർ നോക്കിക്കോട്ടോ, ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പോകണം. നോക്കട്ടോ, ഞാനിപ്പോ ഇതേ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പോകണം. ഇതാണ് നമ്മുടെ വെക്ടർ ഡയറക്ഷൻ. ഇതൊരു 30 ഡിഗ്രിയാണ്. ഇത് എങ്ങനെയാണ് പറയാൻ പറ്റുക, ഇത് ഈ വെക്ടർ എങ്ങനെയാണ് ഇങ്ങോട്ടാണ്. എവിടെ നിന്നാണ് ആംഗിൾ പറഞ്ഞിരിക്കുന്നത്, ആംഗിൾ മെഷർ ചെയ്തിരിക്കുന്നത് ഈസ്റ്റ് എന്നാണ്. അപ്പൊ ഞാൻ പറയും നോക്കട്ടോ, 30 ഡിഗ്രി നോർത്ത് ഓഫ്
ഈസ്റ്റ്, 30 ഡിഗ്രി നോർത്ത് ഓഫ് ഈസ്റ്റ്. ഓക്കെ, നോർത്തിലേക്ക് ഒരു 30 ഡിഗ്രി മാറിയിട്ട് ഈസ്റ്റിലേക്ക് ഇങ്ങനെ പോവുക. ഇങ്ങനെയാണ് ഇത് പറയാം. 30 ഡിഗ്രി ഏതിനാണ് പറയേണ്ടത്? 30 ഡിഗ്രി നോർത്ത് ഓഫ് ഈസ്റ്റ്. ഈസ്റ്റ് വെച്ചിട്ട് തന്നെ പറയേണ്ടത് 30 ഡിഗ്രി നോർത്ത് ഓഫ് ഈസ്റ്റ്. അപ്പൊ ഇങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ നോക്കട്ടോ, ഇതൊരു 20 ഡിഗ്രി ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ വെക്ടർ എങ്ങനെ പറയാൻ പറ്റുക? ഇത് എങ്ങോട്ടാണ്? മെയിൻ ആയിട്ട് നോർത്തിലേക്കല്ലേ വരുന്നത്? നോർത്തിലേക്കാണ് ഈ ആംഗിൾ വരച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കോളൂ, 20 ഡിഗ്രി എന്തായിരിക്കും? വെസ്റ്റ് ഓഫ് നോർത്ത്. 20 ഡിഗ്രി വെസ്റ്റ് ഓഫ് നോർത്ത്. 20 ഡിഗ്രി വെസ്റ്റ് ഓഫ് നോർത്ത്. നോർത്തിലേക്ക് തന്നെയാണ്, പക്ഷെ 20 ഡിഗ്രി വെസ്റ്റിലേക്ക് മാറി നോർത്തിലേക്ക്. അപ്പൊ നോക്കിക്കോട്ടെ, അടുത്തൊരു ആംഗിൾ നോക്കിക്കോളൂ. ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പോണ് 60 ഡിഗ്രി. എങ്ങനെ കാണിക്കാൻ പറ്റുക? 60 ഡിഗ്രി സൗത്തിലേക്കല്ലേ? വെസ്റ്റ് ഓഫ് സൗത്ത്. ഇങ്ങനെ പറയേണ്ടത് 60 ഡിഗ്രി വെസ്റ്റ് ഓഫ് സൗത്ത്. അങ്ങനെയാണ് പറയേണ്ടത്. ഇത് ഈ ഏതെന്നാണോ ആംഗിൾ പറയുന്നത് അതാണ് ലാസ്റ്റ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ വെസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും, അത് മറ്റൊരു ഒരു ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് ഈ ഒരു സ്റ്റൈലിൽ വേണം നമ്മൾ ഈ വെക്ടറിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കാൻ. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കട്ടോ, ഒരു 45 ഡിഗ്രി എന്ന് വിളിച്ചോളൂ. എങ്ങനെ പറയാൻ പറ്റുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 45 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത്. ഓക്കെ, 45 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത്. ഓരോന്ന് മനസ്സിലാക്കുക. ഇതെന്താണ്? 20 ഡിഗ്രി വെസ്റ്റ് ഓഫ് നോർത്ത്. എത്രയാണിത്? 30 ഡിഗ്രി നോർത്ത് ഓഫ് ഈസ്റ്റ്. എത്രയാണിത്? 60 ഡിഗ്രി വെസ്റ്റ് ഓഫ് സൗത്ത്. സൗത്ത് ആണ് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഏതൊരു ആംഗിൾ പറഞ്ഞു? ഇവിടെ സൗത്ത് അല്ലേ? അപ്പൊ ഈ ആംഗിൾ എടുത്താണ് സൗത്ത് എന്നാണ്, സൗത്ത് പറഞ്ഞു. ഇവിടെ ഏതാണ്? ഈ ആംഗിൾ നോർത്തിലേക്ക് അപ്പൊ ലാസ്റ്റ് നോർത്ത് പറഞ്ഞു. ഇവിടെ ഈ ആംഗിൾ പറയുന്നതാണ് ഈസ്റ്റിലേക്കാണ്, അപ്പൊ ലാസ്റ്റ് ഈസ്റ്റ് പറയണം. ഓക്കെ, ഇവിടെ എത്രയാണ്? ഈ ആംഗിൾ പറയുന്നത് സൗത്ത് എന്നാണ്, അപ്പൊ ലാസ്റ്റ് സൗത്ത് പറയണം. അതൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. എന്നിട്ട് ആ രീതി എനിക്ക് മനസ്സിലാക്കി എടുക്കുക. ഇനി ടെൻഷൻ അടിക്കുന്ന വേണ്ട. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ഡ്രോ ദ ഫോളോയിങ് വെക്ടേഴ്സ്. 5 ന്യൂട്ടൺ 37 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത്. അത് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? കോർഡിനേറ്റ്സ് വരയ്ക്കട്ടെ. ഇതാരാണ്? ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. 5 ന്യൂട്ടൺ 37 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത്. സൗത്തിലേക്കാണ് 37 ഡിഗ്രി എന്താവണം? ഈസ്റ്റിലേക്ക് പോകണം അല്ലേ? അപ്പൊ എങ്ങനെ പറയാൻ പറ്റുക? 5 ന്യൂട്ടൺ. അപ്പൊ ഒരു കാര്യം പറയട്ടെ, 1 സെന്റിമീറ്റർ എന്ത് കൊടുക്കാം? ഞാൻ 1 ന്യൂട്ടൺ കൊടുത്തിട്ടോ. എന്നിട്ടൊരു 5 സെന്റിമീറ്റർ വലുപ്പമുള്ള ഒരു വെക്ടർ വരയ്ക്കണം. ഇങ്ങനെ വരച്ചു. ഇതാണ് 5 ന്യൂട്ടൺ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അത് എത്രയാണ്? ഇത് 5 സെന്റിമീറ്റർ ആണ് ലെങ്ത് ഉണ്ടാവുക. നോക്കട്ടോ, ഈസ്റ്റ് ഓഫ് സൗത്ത്. ഈസ്റ്റിലേക്ക് 37 ഡിഗ്രി മാറി ഡയറക്ഷൻ എങ്ങോട്ടാണ്? സൗത്തിലേക്ക്. അപ്പോ ഇങ്ങനെ പറയാം നമ്മള് 5 ന്യൂട്ടൺ 37 ഡിഗ്രി ഈസ്റ്റ് ഓഫ് സൗത്ത്. ഓക്കെ, അടുത്ത ഫിഗർ നോക്കട്ടോ. 2 മീറ്റർ പെർ സെക്കൻഡ് 53 ഡിഗ്രി വെസ്റ്റ് ഓഫ് നോർത്ത്. The east, the west, the north, the south. 2 meter per second 53 ഡിഗ്രി വെസ്റ്റ് ഓഫ് നോർത്ത്. 53 ഡിഗ്രി വെസ്റ്റ് ഓഫ് നോർത്ത്. അപ്പൊ എന്നാ പറയണ്ട നമ്മള്? തൽക്കാലം കാര്യം പറയട്ടെ, 1 സെന്റിമീറ്റർ ഈക്വൽ ടു എന്ത് കൊടുത്തു? ഒരു 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുത്തു. അപ്പൊ ഒരു ചെറിയ വെക്ടർ വരച്ചാൽ മതി. ഇതാണ് നമ്മുടെ 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ വെലോസിറ്റി വെക്ടർ. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? 53 ഡിഗ്രി വെസ്റ്റ് ഓഫ് നോർത്ത്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 53 ഡിഗ്രി വെസ്റ്റ് ഓഫ് നോർത്ത്. കണ്ടോ, നോർത്തിലേക്കാണ് എത്രയാ? 53 ഡിഗ്രി മാറി നോർത്തിലേക്ക്. അപ്പൊ ഇങ്ങനെയല്ലേ കാണിക്കേണ്ടത്? ഈ രീതിയിലാണ് നമ്മൾ വെക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. നോക്കൂ, ഫസ്റ്റ് കാണിച്ചതാണ് 5 ന്യൂട്ടൺ 37 ഡിഗ്രി എന്താണ്? ഈസ്റ്റ് ഓഫ് സൗത്ത്. അടുത്തതാണ് 2 മീറ്റർ പെർ സെക്കൻഡ് 53 ഡിഗ്രി വെസ്റ്റ് ഓഫ് നോർത്ത്.